സെനർ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ യൂസിങ് സെനർ ഡയോഡ്, അതാണ് ഈ സ്കിൽ. സെനർ ഡയോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ്. വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ എത്രയൊക്കെ വേരി ചെയ്താലും, ഇപ്പോൾ ഇത് 9 വോൾട്ടിൻ്റെ സെനർ ആണെങ്കിൽ സെനറിന് അക്രോസ് 9 വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇൻപുട്ട് സപ്ലൈയിലുള്ള വേരിയേഷൻസിനെ നോക്കാതെ ഒരു കറക്റ്റ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഇവിടെ തരും. അതിനെയാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു വേരിയബിൾ പവർ സപ്ലൈ കൊടുക്കുന്നു. സെനറിന് ഒരു കണ്ടീഷനുണ്ട്. സെനറിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്നത് അല്ലെങ്കിൽ സെനറിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് സെനർ വോൾട്ടേജിലാണ്. അപ്പോൾ ഇത് 9 വോൾട്ട് വരെ റെഗുലേഷൻ. ഇൻപുട്ട് വോൾട്ടേജ് 9 വോൾട്ട് കൂടുതൽ 9.1 തൊട്ട് അല്ലെങ്കിൽ 8 വോൾട്ട് ആകുമ്പോൾ 9 വോൾട്ട് കഴിഞ്ഞ് 10 വോൾട്ട് തൊട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് തന്നെ. പിന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതനുസരിച്ച് സെനർ വോൾട്ടേജിൽ മാറ്റമില്ല. സെനർ 9.12 എന്നുള്ള വോൾട്ടേജ് തന്നെ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് തരും. അപ്പോൾ ഏകദേശം ഒരു 10, 14, 18, 20 വോൾട്ട് വരെയൊക്കെ ഈ 9 വോൾട്ടിൻ്റെ സെനർ നമുക്ക് 9 വോൾട്ട് തരും. എത്ര വോൾട്ട് മുതൽ? 9.1 വോൾട്ട് മുതൽ സെനർ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് തരും. അപ്പോൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ ആ ഒരു എക്സ്പെരിമെൻ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കതിന് വേണ്ടി വേണ്ടത് സർക്യൂട്ട്. ഇത് സെനർ ഡയോഡ് കണ്ടല്ലോ. സെനർ ഡയോഡിൻ്റെ കാഥോഡാണിത്. കാഥോഡിൽ നമ്മൾ പോസിറ്റീവാണ് കൊടുക്കേണ്ടത് ഇൻപുട്ട് പവർ സപ്ലൈയുടെ. ഇപ്പോൾ പോസിറ്റീവിൽ നിന്ന് ഒരു 150 ഓം വഴി സെനറിൻ്റെ കാഥോഡ്, സെനറിൻ്റെ ആനോഡ്. പിന്നെ നമ്മൾക്കൊരു 1K 2K ഒക്കെ ലോഡ് റെസിസ്റ്ററായിട്ടും കൊടുക്കാം. ഇതിന് ക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ സർക്യൂട്ട് ഇപ്പോൾ കൺസ്ട്രക്റ്റ് ചെയ്യാം. സർക്യൂട്ടിൻ്റെ വയറിംഗ് ചെയ്തിട്ടുണ്ട്. സർക്യൂട്ടിൻ്റെ വയറിങ്ങിൽ ഇത് സെനർ ഡയോഡിൻ്റെ കാഥോഡാണിത്. കാഥോഡിൽ നിന്നും സീരീസ് റെസിസ്റ്റർ 150 ഓം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 180 ഓം ആണ്. 180 ഓം, അതായത് ബ്രൗൺ ഗ്രേ ബ്രൗൺ 180 ഓം, ബ്രൗൺ ഗ്രേ ബ്രൗൺ 180 ഓം സീരീസ് ആയിട്ട്. അതിൽ നിന്നും സെനർ 9 വോൾട്ടിൻ്റെ സെനറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 2.2Kയുടെ ലോഡ് റെസിസ്റ്ററായിട്ട് ഇതിന് ക്രോസ് നമുക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത് ഇതിന് ക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഇൻപുട്ട് വേരിയബിൾ പവർ സപ്ലൈ കൊടുക്കുന്നത് ഇവിടുന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നു. ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ലോഡ് റെസിസ്റ്ററിന് ക്രോസ്. ഇത്രയാണ് നമ്മുടെ പവർ സപ്ലൈ. വേരിയബിൾ പവർ സപ്ലൈ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വേരിയബിൾ പവർ സപ്ലൈയിൽ നമുക്കൊരു 9 വോൾട്ട് മുതൽ കൊടുത്ത് ഇതിൻ്റെ ടെസ്റ്റിങ് നോക്കാം. 8.86 വോൾട്ട് മുതൽ നമുക്ക് കൊടുത്ത് നോക്കാം. എന്നിട്ട് സെനറിന് ക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് നമുക്കൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടും നോക്കാവുന്നതാണ്. നിങ്ങളിവിടെ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കാണുന്നത് പവർ സപ്ലൈയിലാണ്. അപ്പോൾ പവർ സപ്ലൈയിൽ കാണുന്ന ഇൻപുട്ട് വോൾട്ടേജും ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും നമ്മൾ നോക്കുക. അപ്പോൾ ഇൻപുട്ട് നമ്മൾ വേരി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9 വോൾട്ടിൻ്റെ സെനർ ആയതുകൊണ്ട് 9 വോൾട്ട് മുതൽ 9 വോൾട്ടിന് മുകളിൽ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഒരു 9.73 വോൾട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 8.19. നിങ്ങളിത് കാണുന്നതിനോടൊപ്പം ഇൻപുട്ട് കൊടുത്ത വോൾട്ടേജുകളും ഔട്ട്പുട്ട് കിട്ടുന്ന റീഡിങ്ങും ഒന്ന് നോട്ട് ചെയ്യുക. 9.3 കൊടുത്തു, 8.20. 10 വോൾട്ട് കൊടുത്തു. നമുക്ക് നോക്കാം. .15 മാത്രമേ കിട്ടുന്നുള്ളൂ. 9.2, 9.3, 9.3 നമ്മൾ പ്രതീക്ഷിക്കുന്ന വോൾട്ടേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 വോൾട്ടാണ്. നമുക്ക് നോക്കാം. 10 വോൾട്ട് തൊട്ട് കൊടുത്ത് നോക്കാം. 10.2 വോൾട്ട്, 8.99 ഒക്കെ നമ്മൾക്കിത് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു എറർ 9 ആയിട്ട് നമ്മൾക്കത് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 10.2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 10.5, 9.15, 10.9, 11 വോൾട്ട്, അപ്പോഴും 9.1 തന്നെ. 10 വോൾട്ടിന് 9.
10 വോൾട്ടിന് 9.1 ആണ് കിട്ടുന്നത്. 9.11 ഉണ്ട്. ഇനി 11 വോൾട്ടിൻ്റെ നോക്കാം. 11 വോൾട്ടിന് നമുക്ക് 9.11 തന്നെയാണ്. ഇത് 9.2 ഉണ്ട്. 12 വോൾട്ട് കൊടുക്കുമ്പോൾ 9 തന്നെയുണ്ട്. 13 വോൾട്ടിൽ 9.3, 14 വോൾട്ടിൽ 9.5, 15 വോൾട്ടിലും ഏകദേശം 17 വോൾട്ടൊക്കെ എത്തുമ്പോഴാണ് ഒരു കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ഒരു എറർ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്ന്. നമ്മളുടെ മൾട്ടിമീറ്ററിൽ നോക്കുക. മൾട്ടിമീറ്ററിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും മെഷർ ചെയ്യണം. ഈ മീറ്ററിൽ കാണുന്ന വോൾട്ടിൻ്റെ 18.6 ഇപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങളിവിടെ നമ്മളെ ഇൻപുട്ട് വോൾട്ടേജ് കാണുന്നത് പവർ സപ്ലൈയിലാണ്. അപ്പോൾ പവർ സപ്ലൈയിൽ കാണുന്ന ഇൻപുട്ട് വോൾട്ടേജും ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജും നമ്മൾ നോക്കുക. അപ്പോൾ ഇൻപുട്ട് നമ്മൾ വേരി ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് കിട്ടണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 9 വോൾട്ടിൻ്റെ സെനർ ആയതുകൊണ്ട് 9 വോൾട്ട് മുതൽ 9 വോൾട്ടിന് മുകളിൽ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടും എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഒരു 9.73 വോൾട്ടാണ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ്? 8.19. നിങ്ങളിത് കാണുന്നതിനോടൊപ്പം ഇൻപുട്ട് കൊടുത്ത വോൾട്ടേജുകളും ഔട്ട്പുട്ട് കിട്ടുന്ന റീഡിങ്ങും ഒന്ന് നോട്ട് ചെയ്യുക. 9.3 കൊടുത്തു, 8.20. 10 വോൾട്ട് കൊടുത്തു. നമുക്ക് നോക്കാം. 8.15 മാത്രമേ കിട്ടുന്നുള്ളൂ. 9.2, 9.3, 9.3ക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വോൾട്ടേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 9 വോൾട്ടാണ്. നമുക്ക് നോക്കാം. 10 വോൾട്ട് തൊട്ട് കൊടുത്ത് നോക്കാം. 10.2 വോൾട്ട്, 8.99 ഒക്കെ നമ്മൾക്ക് ഇത് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൻ്റെ ഒരു എററാണ്. 9 ആയിട്ട് നമ്മൾക്കത് എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ 10.2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. 10.5, 9.15, 10.9, 11 വോൾട്ട്, അപ്പോഴും 9.1 തന്നെ. 10 വോൾട്ടിന് 9. 10 വോൾട്ടിന് 9.1 ആണ് കിട്ടുന്നത്. 9.11 ഉണ്ട്. ഇനി 11 വോൾട്ടിൻ്റെ നോക്കാം. 11 വോൾട്ടിന് നമുക്ക് 9.11 തന്നെയാണ്. ഇത് 9.2 ഉണ്ട്. 12 വോൾട്ട് കൊടുക്കുമ്പോൾ 9 തന്നെയുണ്ട്. 13 വോൾട്ടിൽ 9.3, 14 വോൾട്ടിൽ 9.5, 15 വോൾട്ടിലും ഏകദേശം 17 വോൾട്ടൊക്കെ എത്തുമ്പോഴാണ് ഒരു കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ഒരു എറർ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്ന്. നമ്മളുടെ മൾട്ടിമീറ്ററിൽ നോക്കുക. മൾട്ടിമീറ്ററിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും മെഷർ ചെയ്യണം. ഈ മീറ്ററിൽ കാണുന്ന വോൾട്ടിൻ്റെ 18.6 ഇപ്പോൾ കാണിക്കുമ്പോൾ ആ നമ്മളുടെ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇൻപുട്ടിൽ പവർ സപ്ലൈയിൽ 7.1 ആണെങ്കിലും പവർ സപ്ലൈയുടെ വോൾട്ടേജാണ് ഞാനിപ്പോൾ മൾട്ടിമീറ്ററിൽ മെഷർ ചെയ്യുന്നത് 6.64 ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും മൾട്ടിമീറ്ററിൻ്റെ റീഡിങ് തന്നെ നോക്കാം. ആദ്യം ഇനിയിപ്പോൾ ഞാൻ ഇൻപുട്ട് 6.64 ആണ് സെനറിന് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട്. ഇനി നമുക്ക് മൾട്ടിമീറ്ററിൽ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് നോക്കുന്നതിനായിട്ട് 6.22. നമുക്ക് ഇൻപുട്ട് നമ്മൾക്ക് കുറച്ച് കൂട്ടി വയ്ക്കാം. ഇൻപുട്ട് നമ്മൾക്ക് 9 അല്ലേ, 9 സംതിങ് ഇൻപുട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇവിടെ ഈ മൾട്ടിമീറ്ററിൻ്റെയാണ് ഇൻപുട്ട്. അതിന് പവർ സപ്ലൈയുടെ റീഡിങ് നോക്കണമെന്നില്ല. വോൾട്ട് 9.10 വോൾട്ട് എന്ന് നമുക്ക് എടുക്കാം. ഇൻപുട്ട് വോൾട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് 10 വോൾട്ട്. ഇപ്പോൾ ഇൻപുട്ട് 10 വോൾട്ടാണ്. ഇനി ഞാനിത് ഇത് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുവാണ്. ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ പ്രോബ് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുവാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ഇതാണ് സെനർ, ഇതാണ് സെനർ. സെനറിനെ ക്രോസുള്ള ലോഡ് റെസിസ്റ്റർ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് സെനറിൻ്റെയും ലോഡ് റെസിസ്റ്ററിൻ്റെയൊക്കെ ലീഡ്. അപ്പോൾ അവിടെ നമ്മൾക്ക് ഔട്ട്പുട്ട് മെഷർ ചെയ്യാം. 9.2 വോൾട്ടിൻ്റെ സെനറാണ്. ഇപ്പോൾ കണ്ടല്ലോ 9.23. ഇവിടെ തൊട്ടാണ് റീഡിങ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നുകൂടി നോക്കിക്കോളൂ. ഇൻപുട്ട് 10, ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയത് 9.2. ഇനി നമുക്ക് ഇൻപുട്ട് വേരി ചെയ്യാം. ഞാൻ വീണ്ടും ഇൻപുട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. ഇൻപുട്ട് വേരി ചെയ്ത് നോക്കാം. ഇൻപുട്ട് 11 എത്തിക്കാം. ഇൻപുട്ട് 11. ഇപ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കണ്ടല്ലോ 9.3. ഇവിടെ തൊട്ടുള്ള എടുത്താൽ മതി കേട്ടോ. ആദ്യം 10 വോൾട്ട് കൊടുത്തു 9.2 അല്ലെങ്കിൽ 9.3. വീണ്ടും നമ്മൾ 11 വോൾട്ട് കൊടുത്തു 9.3. സെനറിൻ്റെ 9.3 എന്നോ 9.2 എന്നോ 9.29 എന്നോ എഴുതാം. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ടും ഔട്ട്പുട്ടും. നേരത്തെ നമ്മൾ പവർ സപ്ലൈ റീഡിങ് കണ്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 11.7 ആണ്. ആക്ച്വലി നമ്മൾ 11.7 ഇൻപുട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ പവർ സപ്ലൈയിൽ ആ വേരിയേഷൻ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് 9.3 തന്നെ ഔട്ട്പുട്ട് കിട്ടി. ആ റെഗുലേഷൻ നോക്കൂ. ഇൻപുട്ട്. ഇനി നമുക്ക് ഇൻപുട്ട് വേരി ചെയ്യാം. ഇൻപുട്ടിലേക്ക് ഞാൻ ആദ്യം മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഇപ്പോൾ കൊടുത്തു. ഇനി മൾട്ടിമീറ്ററിൻ്റെ റീഡിങ് നോക്കിക്കോളാം. ഇൻപുട്ട് നമ്മൾക്ക് 11 കഴിഞ്ഞ് ഇനി നമുക്ക് 12 കൊടുക്കാം. ഇൻപുട്ട് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്. 11.99 അല്ലെങ്കിൽ 12 വോൾട്ടായിട്ട് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇൻപുട്ട് 12.13 ഉണ്ട്. ഇൻപുട്ട് കൊടുക്കുന്നു. ഇനി ഔട്ട്പുട്ട് നോക്കാം. കണ്ട് വീണ്ടും 9 സംതിങ് ആണ് ഔട്ട്പുട്ട്. 9.4. ഈ രീതിയിൽ നമ്മൾക്ക് ഒരു 12 ഇനി 13 വോൾട്ട് കൊടുക്കാം. 13 വോൾട്ടായിട്ടുണ്ട്. 12.96 13 വോൾട്ടായിട്ടുണ്ട്. 9.53. ഇപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഇവിടെ ഇടയ്ക്ക് വന്നു. സർക്യൂട്ടിൽ ഇതിൻ്റെ ഡിസൈനിങ് ഉണ്ട്. ഒരു സെനർ ഡയോഡിൻ്റെ എത്ര 9 വോൾട്ടിൻ്റെ സെനർ എടുത്താൽ അതിന് കൊടുക്കേണ്ട സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ഔട്ട്പുട്ട് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈനിങ്ങിൽ കറക്റ്റ് പ്രോപ്പർ വാല്യൂ 150 ഓം ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടിയാണ്. എങ്കിലും ഏകദേശം നമ്മളൊരു സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ആണിപ്പോൾ ചെയ്തിരിക്കുന്നത്. സെനർ വോൾട്ടേജ് റെഗുലേറ്റർ, സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ളതാണ് ഈ സ്കിൽ.